കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ഹൈ ഗ്രോത്ത് വന്നു, അതായത് 130% മുകളിൽ സെയിൽസ് ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും 300% മുകളിലും തന്ന ഒരു സ്മോൾ ക്യാപ് കമ്പനിയെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അവരുടെ ചെറിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. കമ്പനി വേറെ ഒന്നുമല്ല, വിൻറ്റേജ് കോഫിയാണ്. നമ്മൾ ഓൾറെഡി അവരുടെ Q2 റിസൾട്ടും ബിസിനസിനെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചിട്ടുള്ളതാണ്. കോഫി പൗഡറാണ് അവർ മേക്ക് ചെയ്യുന്നത്, അതിൽ കൂടുതൽ എക്സ്പോർട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ചെറിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ Q2 റിസൾട്ട് വന്ന സമയത്ത് ഏകദേശം 90% സെയിൽസ് ഗ്രോത്തും 130% മുകളിൽ പ്രോഫിറ്റ് ഗ്രോത്തും തന്ന ഒരു ഹൈ പേസിൽ ഗ്രോ ചെയ്യുന്ന 2000 കോടി മാത്രം മാർക്കറ്റ് ക്യാപ്പ് ഉള്ള ഒരു സ്മോൾ ക്യാപ് കമ്പനിയാണ് വിൻറ്റേജ് കോഫി എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ അവരുടെ കറണ്ട് ബി എന്ന് പറയുന്നത് 38-40 ആ ഒരു റേഞ്ചിലാണുള്ളത്. കമ്പനിയുടെ ഞാൻ പറഞ്ഞില്ല, ഒരു മാനുഫാക്ചറിംഗ് ആണ് ചെയ്യുന്ന കോഫി പൗഡർ. അവർ കപ്പാസിറ്റി എന്ന് പറയുന്നത് 6500 മെട്രിക് ടൺ ആണ് ഇപ്പോഴത്തെ കപ്പാസിറ്റി. അത് ഏകദേശം 100% യൂട്ടിലൈസേഷൻ ആണ് ഇപ്പോൾ കമ്പനി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് Q2 നോക്കിയാൽ 100% യൂട്ടിലൈസേഷൻ ഉണ്ട്. പക്ഷേ കമ്പനിക്ക് അടുത്ത Q3യിലും Q4യിലേക്കും ഗ്രോ ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഓൾറെഡി ഇപ്പോഴത്തെ കപ്പാസിറ്റിയിൽ തന്നെ ഉണ്ട്. കാരണം കഴിഞ്ഞ വർഷം 100% യൂട്ടിലൈസേഷൻ ഇല്ലായിരുന്നു ഈ 6500 മെട്രിക് ടണ്ണിന്റെ. അതുകൊണ്ട് തന്നെ ഈ Q3യിലും Q4യിലും അവരുടെ ഗ്രോത്തിനെ പറ്റിയിട്ട് വലിയ കൺസേൺസ് ഒന്നുമില്ല. പിന്നെ അതേപോലെ മാനേജ്മെന്റ് കഴിഞ്ഞ കോൺ കോളിൽ, അതായത് നേരത്തെ തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏകദേശം 4500 മെട്രിക് ടണ്ണിന്റെ പുതിയ കപ്പാസിറ്റി അവർ ബ്രൗൺ ഫീൽഡ് എക്സ്പാൻഷൻ ചെയ്യുന്നുണ്ട്. അതായത് ഓൾറെഡി ഉള്ള കപ്പാസിറ്റിയിൽ അവർ കൂടുതലായിട്ട് അവരുടെ കപ്പാസിറ്റി അഡീഷൻ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം. അത് ഈ മാർച്ചിൽ കംപ്ലീഷൻ ആവും. അതിനുശേഷം മാനേജ്മെന്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറെ കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരു മാസം കൊണ്ട് തന്നെ ആ കപ്പാസിറ്റിയുടെ ഏകദേശം 70-80% അവർക്ക് യൂട്ടിലൈസേഷൻ ചെയ്യാൻ പറ്റുമെന്നാണ്. അതായത് ഇപ്പോൾ ഉള്ള 6500 മെട്രിക് ടണ്ണിന്റെ മുകളിൽ 4500 70% അവരുടെ കപ്പാസിറ്റി കൂട്ടുവാണ്. ആ കപ്പാസിറ്റിയുടെ 70-80% ഒരു മാസം കൊണ്ട് തന്നെ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ മാർച്ചിൽ അവരുടെ പുതിയ കപ്പാസിറ്റി വരികയും ചെയ്യും. അതുപോലെ തന്നെ ഏപ്രിൽ ആകുമ്പോഴത്തേക്ക് അവർക്ക് ഏകദേശം 70-80%, അതായത് 8000-9000 മെട്രിക് ടൺ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ അവർക്ക് ചെയ്യാൻ പറ്റും. അതിനുശേഷം വേറൊരു കാര്യം കൂടെ പറഞ്ഞു, 2 മാസം കൊണ്ട് അവർക്ക് 100% ഈ പുതിയതായിട്ട് വന്ന കപ്പാസിറ്റിയുടെ 100% യൂട്ടിലൈസേഷൻ ചെയ്യാൻ പറ്റുമെന്നാണ്. അതായത് കമ്പനിക്ക് അത്ര ഓർഡേഴ്സും അവരുടെ കയ്യിലുള്ളതുകൊണ്ടാണല്ലോ അവർക്ക് അത് കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റുന്നത്. കാരണം അത്ര എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഓർഡേഴ്സ് വേണം. അതുകൊണ്ട് തന്നെ കമ്പനിക്ക് മുന്നിലേക്ക് നല്ല ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കമ്പനി ഈ 2 പുതിയ കപ്പാസിറ്റി ആഡ് ചെയ്യുക, അതിന്റെ ഫുൾ പൊട്ടൻഷ്യൽ അടുത്ത Q1 തന്നെ മൊത്തത്തിൽ, അതായത് അടുത്ത Q1 നോക്കിയാൽ ഇപ്പോൾ 6500 മെട്രിക് ടൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനി 11000 മെട്രിക് ടൺ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ ചെയ്യാൻ പോവുകയാണ്. അതുപോലെ തന്നെ ഇന്ന് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് കമ്പനിയിൽ. കമ്പനി തെലങ്കാന ഗവൺമെന്റുമായിട്ട് പുതിയൊരു MOU സൈൻ ചെയ്തിട്ടുണ്ട്. അതായത് പുതിയൊരു ഗ്രീൻ ഫീൽഡ് എക്സ്പാൻഷൻ വരികയാണ്. അത് ഓൾറെഡി മാനേജ്മെന്റ് പറഞ്ഞതായിരുന്നു, പക്ഷേ ഇന്നാണ് സൈൻ ചെയ്തിരിക്കുന്നത്. 5500 മെട്രിക് ടണ്ണിന്റെ പുതിയ കപ്പാസിറ്റി തെലങ്കാനയിൽ വരുവാണ്. അത് ഈ മാർച്ചല്ല, അടുത്ത മാർച്ച് ആകുമ്പോഴത്തേക്കും അത് കമ്മീഷൻ ചെയ്യുമെന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഉള്ള ഇനി വരാൻ പോകുന്ന അടുത്ത മാർച്ച് ആകുമ്പോൾ 11000 മെട്രിക് ടൺ ആവും. അവിടുന്ന് അതിനടുത്ത മാർച്ച് ആകുമ്പോഴത്തേനും 16500 മെട്രിക് ടണ്ണിന്റെ കപ്പാസിറ്റി ആവും കമ്പനിക്കുള്ളത്. എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, അതായത് കമ്പനിക്ക് 2026 2027, അതായത് FY27 FY28 ഈ 2 ഫിനാൻഷ്യൽ ഇയറിലേക്കും ഗ്രോ ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഇപ്പോൾ ഓൾറെഡി മാനുഫാക്ചറിംഗിൽ അവർ ചെയ്യുകയാണ്. അത് ഹൈ ഗ്രോത്ത് ഇപ്പോൾ എത്രയാണോ ഗ്രോ ചെയ്യുന്നത്, അതേപോലെ തന്നെ അവർക്ക് ആ ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള രീതിയിൽ കപ്പാസിറ്റി അഡീഷൻസ് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കമ്പനി ഹൈ പേസിൽ തന്നെ അവരുടെ മൊമെന്റം കണ്ടിന്യൂ ചെയ്യുമെന്നാണ് നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് കേട്ടിട്ട് നിങ്ങൾ ചാടിപ്പോയിട്ട് സ്റ്റോക്ക് ബൈ ചെയ്യാനായിട്ടല്ല ഇത് പറയുന്നത്. നിങ്ങൾ കമ്പനി പഠിക്കാൻ ശ്രമിക്കുക.